നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാശിപ്രകാരം സെപ്റ്റംബർ മാസത്തിൽ രാജയോഗഫലം വരുന്ന ചില രാശിക്കാരുണ്ട്. 2024 സെപ്റ്റംബർ 1 മുതൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷപ്രകാരം നിങ്ങളിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും. അനുകൂലം മാത്രമല്ല, പ്രതികൂലമായ അനുഭവങ്ങളും ഈ മാസത്തിൽ ഉണ്ടാകും. അതിൽ രാജയോഗഫലവും നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഏതു രാശിയിലുള്ളവർക്കും പുതിയ ആഴ്ചയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ധാരാളം സമ്പത്തും ആരോഗ്യവും ഭാഗ്യവും എല്ലാം ലഭിക്കുന്ന ഈ സമയമായതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം രാജയോഗഫലം ലഭിക്കുന്ന ചിലരുണ്ട്. വേദ ജ്യോതിഷപ്രകാരം ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്നതിനെക്കുറിച്ചും വരുന്ന 31 ദിവസത്തിൽ ഇത്തരം നേട്ടങ്ങൾ ഇപ്രകാരം എന്തൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങളെന്നും നമുക്ക് നോക്കാം. ഭാഗ്യശാലികളിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് സെപ്റ്റംബർ ആദ്യ ദിവസം മുതൽ തന്നെ ഭാഗ്യം വാതിൽ തുറക്കുന്നു. ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടി വരും. ജോലികളെല്ലാം തന്നെ സമയാസമയം പൂർത്തിയാക്കാൻ സാധിക്കും. ജോലിയിലും ബിസിനസ്സിലും അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്നു. ജോലിയിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാവും. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മാറി മറിയും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി വരും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് വരുന്ന ആഴ്ചയിൽ സന്തോഷവും സമാധാനവും നിറയുന്നു. ഇവരെ തേടി സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഓഫീസ് കാര്യങ്ങളിൽ വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അധിക വരുമാനത്തിനുള്ള ഒരു വഴി തുറന്നേക്കാം. പലപ്പോഴും സമൂഹത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ബഹുമാനവും സ്നേഹവും എല്ലാം ലഭിക്കും. നിങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ സാധ്യതയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുള്ള അനുകൂല മാറ്റങ്ങളും ഉണ്ടാവുന്ന സമയമാണ്. പലപ്പോഴും ഓഫീസിലെ അനുകൂല സാഹചര്യം പ്രമോഷനും ശമ്പള വർധനവിനും നിങ്ങൾക്ക് കാരണമാകും. ജീവിതം തന്നെ രാജയോഗത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് അനുകൂലമായ നിരവധി സാഹചര്യങ്ങൾ നൽകും. അടുത്ത രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്നു. ഭാഗ്യത്തിൻ്റെ പിന്തുണ എപ്പോഴും കൂടെ ഉണ്ടാവും. നല്ല വാർത്തകൾ ജീവിതത്തിൽ കേൾക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിജയത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തുണയ്ക്കും. സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പങ്കാളിയുമായുള്ള ബന്ധം മികച്ചതാവും. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെയില്ലാത്ത തരത്തിൽ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത രാശി കന്നിയാണ്. കന്നി രാശിക്കാർക്ക് സെപ്റ്റംബർ 1 മുതൽ തന്നെ ഗജകേസരി യോഗം കന്നി രാശിക്കാരെ വലയം ചെയ്യുന്നു. സന്തോഷകരമായ ജീവിതത്തിൽ എപ്രകാരം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് ശ്രദ്ധേയമാണ്. ചെയ്യുന്ന ജോലിയെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തും. യാത്രയുടെ തുടക്കത്തിൽ പലപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ബിസിനസ് യാത്രകൾ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കരിയറിൽ മികച്ച സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. ബിസിനസ്സിലെ ലാഭം നിങ്ങളെ തേടിയെത്തും. അവസാനത്തെ രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ആദ്യത്തെ ഒരാഴ്ച വളരെയധികം മാറ്റങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും. പലപ്പോഴും ലോട്ടറി ഭാഗ്യം വരെ ഇവരെ തേടിയെത്തുന്നു. എല്ലാ ജോലികളും മികച്ച ഫലം നൽകും. പ്രശസ്തിയും പദവിയും നിങ്ങളെ തേടിയെത്തും. പ്രത്യേക ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും മാനസികമായ മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. പലപ്പോഴും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും അനുകൂലമായി വരുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാസമായിരിക്കും ഇവർക്ക്. ഓരോ രാശിയുടെയും
പൊതുവായ ഫലമാണ് ഇവിടെ അനുമാനിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തിയുടെയും ജനന സമയമനുസരിച്ചിട്ടും ജാതകവശാലും മാറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.